അർജുനായങ്കി, ആകാശ് തില്ലങ്കേരി തുടങ്ങിയ ഗുണ്ടാ കഥാപാത്രങ്ങൾ വളരെ കാലമായി CPM ഗുണ്ടകളാണ്. ഒന്നാമത് രാഷ്ട്രീയ ഗുണ്ടയാണ്, ശാരീരിക ഗുണ്ടയാണ്, അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഗുണ്ടകളാണ്. ഇവരുടെയൊക്കെ സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ടാൽ നമുക്കറിയാം ഇവർക്ക് പരിപൂർണമായ പിന്തുണ പാർട്ടിയിൽ നിന്ന് കിട്ടിയിരുന്നു എന്നതും ഒരു സത്യമാണ്. അല്ലായിരുന്നുവെങ്കിൽ ഇവരെന്നേ ജയിലിൽ കിടക്കേണ്ടവരാണ്. അപ്പൊ നമുക്കറിയാം TP കേസിൽ കോടതി ശിക്ഷിച്ച ആളുകളെ വരെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു കഴിഞ്ഞ സർക്കാർ എടുത്തത്. അതുപോലെ ഇപ്പൊ ശരത്തില കേസിലായാലും അതുപോലെ മറ്റ് നിരവധി കേസുകളിൽ, ക്രിമിനൽ കേസുകളിൽ ഗുണ്ടകൾക്ക്, അതിൽ പ്രതികൾക്ക് സഹായം ചെയ്യുന്ന സർക്കാരായിരുന്നു അത്. ഇപ്പോൾ TP കേസിൽ നമുക്കറിയാം പരോള്, ശിക്ഷാ കാലാവധിയേക്കാൾ കൂടുതൽ പരോൾ കിട്ടിയ കഥയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി എതിരാളികളെ ഹനിക്കുന്ന കാര്യത്തിൽ ഏത് പാർട്ടി സഖാവ് നിലപാടെടുത്താലും അവരെ സംരക്ഷിക്കുന്ന, സഖാവ് എന്ന് പറയാമില്ല, ഗുണ്ട നിലപാടെടുത്താലും അവരെ പൂർണ്ണമായി സംരക്ഷിക്കുന്ന ഒരു നിലപാടിലായിരുന്നു ഇതുവരെ CPM എടുത്തിരുന്നത്. അങ്ങനെയാണ് കഴിഞ്ഞ 10 വർഷം ഈ അർജുനായങ്കിയും ആകാശ് തില്ലങ്കേരിയും നിരവധി ക്രിമിനൽ കേസുകളിൽ വന്നത്. ഇപ്പോൾ സ്വർണം പൊട്ടിക്കൽ, നമ്മൾ കേൾക്കുന്ന കേസുകളാണ്. സ്വർണം പൊട്ടിക്കലാണ് ഇവരുടെ പ്രധാന വിനോദം. കാരണം ഇവരൊക്കെ പാർട്ടി ഗുണ്ടകൾ എന്നുള്ള രൂപത്തിൽ പാർട്ടി എതിരാളികളെ ആക്രമിക്കുന്നതിലും കൊല്ലുന്നതിലും പ്രധാന പങ്കുവഹിച്ച, നേതൃപരമായ പങ്കുവഹിച്ച ആളുകളാണ്. അവരെയാണ് പാർട്ടി സംരക്ഷിച്ചത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ പാർട്ടിക്ക് ഈ പണി വളരെ കുറഞ്ഞു. കാരണം RSSുമായി ഉള്ള സംഘർഷത്തിൽ വലിയ കുറവ് വന്നു. പിന്നെ കോൺഗ്രസ്സുകാർക്കാണെങ്കിൽ അടി അങ്ങനെ അറിയില്ല, അടി കിട്ടിയാൽ ഓടല്ലാണ്ട് വേറെ വഴി അറിയില്ല. അതുകൊണ്ട് അവരെ കൊണ്ട് പറ്റൂല. അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റി? ഈ ഗുണ്ടകൾക്ക് പണിയില്ലാണ്ടായി. ഈ ഗുണ്ടകളാണ് കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലമായി രാജ്യം വിലസിയിരുന്നത്. ഗുണ്ടാ മാഫിയ ആക്രമണം, ഗുണ്ടാ സംഘങ്ങൾ തമ്മിലേറ്റുമുട്ടൽ, അതിൽ അവരുടെ കലാപരിപാടിയായിരുന്നു ഈ സ്വർണം പൊട്ടിക്കൽ പോലെയുള്ള പരിപാടി. ഈ കസ്റ്റംസിനെ കടത്തി പുറത്തു കൊണ്ടുവരുന്ന സ്വർണം ഒറ്റുകാരെ ഉപയോഗിച്ച് ആരാ കൊണ്ടുവരുന്നേ നോക്കി ആ കാർ ആക്രമിച്ച് ആ സ്വർണം തട്ടിയെടുക്കുക. അപ്പൊ പലതരം സ്വർണം തട്ടിപ്പുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പല കലാപരിപാടികളും കണ്ടിട്ടുണ്ട്. അതിൽ TP കേസിലെ പ്രതി പോലും പരോളിൽ വന്ന് സ്വർണം തട്ടിപ്പിന് കൂട്ടുനിന്നു, അവിടെ നിന്ന് ഡയറക്റ്റ് ചെയ്തു എന്നൊക്കെയുള്ള വാർത്തകൾ കണ്ടിട്ടുണ്ട്. ഏതായാലും അർജുനായങ്കി അദ്ദേഹം അയാളുടെ മറ്റു പരിപാടികൾ പോലെ അത് തുടർന്ന് ഇവിടെ വന്നു. കോതമംഗലത്തെ ഒരു കേസിൽ നിന്ന് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ചു, പോലീസിനെ വെല്ലുവിളിച്ചു, ഒക്കെ ചെയ്തു. ഒരു CPM-കാരൻ പോലും അതിനെ അപലപിച്ചിട്ടില്ല എന്ന കാര്യം ശരിയല്ല. ഇങ്ങനെ ഒരു വൃത്തികെട്ടവൻ പണി ചെയ്യുമ്പോൾ ഇവൻ ഞങ്ങളുടെ ബന്ധമില്ല. ഇത്രയും കാലം പിണറായി വിജയന് വേണ്ടി ഇപ്പോ മുഹമ്മദ് ഹുസൈൻ എന്ന് പറയുന്ന ഒരാൾ MDMA കേസിൽ പ്രതിയായപ്പോൾ വലിയ വായിൽ പറഞ്ഞിരുന്ന CPM ഈ അർജുനായങ്കിയും ആകാശ് തില്ലങ്കേരിയും പോലെയുള്ള ഗുണ്ടകൾ നിരന്തരമായി പിണറായി വിജയന് വേണ്ടി പോസ്റ്റ് ഇടുകയും, ഇപ്പൊ എനിക്കടക്കം അറിയാം ഇവരിൽ ചില ആളുകൾ എൻ്റെ പോസ്റ്റിനെയും വളരെ മൃഗീയമായി അറ്റാക്ക് ചെയ്യുന്ന തരത്തിൽ ഒരുപാട് വൃത്തികെട്ട കമന്റുകളൊക്കെ ഇട്ട ആളുകളാണ്. നമ്മൾ എന്തെങ്കിലും പിണറായി വിജയനെതിരെ പോസ്റ്റ് ഇട്ടാൽ ഉടനെ തന്നെ ഇവരുടെ ഇത് വരും. അതുപോട്ടെ, അതവരുടെ ജോലിയാണ്. പക്ഷെ അന്നൊക്കെ ഇവരെ പൂർണ്ണമായും സംരക്ഷിച്ചിരുന്ന ആളുകൾ, അന്നും ഇവരത്ര നല്ല ആളുകളൊന്നും ആയിരുന്നില്ല. ഇവരൊക്കെ ഗുണ്ടാ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളുകളാണ്. ക്രിമിനൽ ആക്ടിവിറ്റി ഉണ്ട് എന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. ആ ക്രിമിനൽ ആക്ടിവിറ്റിയെ മുഴുവൻ സപ്പോർട്ട് ചെയ്താണ് CPM ഇവരെ ഉപയോഗിച്ചതാണ് പല ഘട്ടത്തിൽ. ഇപ്പോൾ ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടുമോ? അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ മുഹമ്മദ് ഹുസൈൻ്റെ MDMA കേസിൽ, അദ്ദേഹം MDMA കേസിൽ പ്രതിയാണെന്നുള്ളത് ഇതിനു മുമ്പ് ആർക്കും അറിയില്ല, എനിക്കറിയില്ല. സതീശൻ ഇന്നലെ പറഞ്ഞതുപോലെ അദ്ദേഹം അതിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ ഒരു അറിഞ്ഞാൽ ആ നിമിഷം അയാൾ ഇല്ലാതാവണം. അറിഞ്ഞാൽ ആ നിമിഷം അയാളെ ഒഴിവാക്കണം. ഇപ്പൊ ചെയ്തത് അർജുനായങ്കിയെ ഇപ്പൊ ഞങ്ങൾക്കൊരു ബന്ധമില്ല എന്ന് പറയാണ്. അർജുനായങ്കിക്ക് CPM-വുമായി ബന്ധമുണ്ട് എന്നും അയാൾ ക്രിമിനൽ ആണ് എന്ന് ഇവർക്ക് അറിയാമെന്നും ഇത് ആദ്യത്തെ കാര്യമില്ല. ഇവരുടെ കാലത്ത് അയാൾക്കെതിരെ കേസൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അയാൾ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അയാൾ ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അന്നൊന്നും അയാളെ പിടിച്ചില്ല, ശിക്ഷിച്ചില്ല. ആ ധൈര്യത്തിലാണ് അയാൾ ഇപ്പോൾ വന്നിട്ട് ആഭ്യന്തര വകുപ്പിനെ വെല്ലുവിളിക്കുന്നതും രമേശ് ചെന്നിത്തല കളിയാക്കുന്നതും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നതും ഇപ്പൊ അയാൾ ജയിലിലാവുന്നതും അയാൾ റിമാൻഡിലാവുന്നതും ഒക്കെ. CPM ഇനിയെങ്കിലും ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം,
ഇത്തരം ഗുണ്ടകളുമായി ഞങ്ങൾ ബന്ധമില്ല, ഗുണ്ടകളെ ഞങ്ങൾ സംരക്ഷിക്കില്ല എന്ന് പറയാനുള്ള ആർജവം കാണിക്കണം. കൊലക്കേസ് പ്രതികളെ, രാഷ്ട്രീയ എതിരാളികളെ കൊല ചെയ്ത പ്രതികളെ പാർട്ടി സഖാക്കളായി സ്വീകരിക്കുന്ന, കാപ്പ കേസ് പ്രതിയെ പോലും മാലയിട്ട് സ്വീകരിക്കുന്ന ഒരു മന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? പാർട്ടിക്കാരനാണെങ്കിൽ ഏത് കൊള്ള കേസിൽ പ്രതിയായാലും കുഴപ്പമില്ല. അത് ശബരിമല കൊള്ളയായാലും കരുവന്നൂർ ബാങ്ക് കൊള്ളയായാലും മെസ്സി കൊള്ളയായാലും മരമുറിയായാലും സ്വന്തം പാർട്ടിക്കാരാണെങ്കിൽ നമ്മൾ രക്ഷിക്കും എന്ന് പറയുന്ന ആ രീതി ഉണ്ടല്ലോ. ഇപ്പൊ PSC പരീക്ഷാ തട്ടിപ്പ് അത് അന്വേഷിക്കാൻ പാടില്ല എന്നാ. അന്വേഷിച്ചിനി അതിൽ പ്രതിയെ പിടിച്ചാൽ ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. പാർട്ടി നിയമിച്ച PSC മെമ്പർമാരും പാർട്ടിയുടെ സപ്പോർട്ടുള്ള ഉദ്യോഗസ്ഥരൊക്കെയാണ് അതിലുള്ളത്. പാർട്ടിക്ക് വേണ്ടപ്പെട്ട ആളുകളെയാണ് ഈ പറഞ്ഞവരെ അനധികൃതമായി നിയമിച്ചത്. അവസാനം വന്നിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, PSCയുടെ വഴി, ഞങ്ങളുടെ വഴി എന്ന് പറഞ്ഞാൽ നിൽക്കൂ. ആദ്യത്തെ ക്രിമിനൽ ആക്ടിവിറ്റി കണ്ടാൽ അയാൾ അപ്പം തന്നെ തള്ളിപ്പറയണം. ആ തള്ളിപ്പറയുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അങ്ങനെയാണ് ശുദ്ധീകരണം നടക്കുക. പക്ഷേ അങ്ങനെ ഒരു ശുദ്ധീകരണമൊന്നും CPM നടക്കുന്നതായിട്ട് കാണുന്നില്ല. മാത്രമല്ല, ആയങ്കി അറസ്റ്റ് ചെയ്യപ്പെടുന്നത് വരെ ആയങ്കിയെ വേട്ടയാടുന്നു എന്ന് എഴുതിയ DYFI CPM ഹാൻഡിലുകളുണ്ട്. പാവം ആയങ്കിയെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞാൽ അയങ്കിയെ എപ്പോഴും പിന്തുണയ്ക്കുന്ന CPM ഇപ്പോൾ കേവലമായി ഇപ്പോൾ പത്മകുമാറിനോട് പൊതുപരിപാടികളിൽ പങ്കെടുക്കേണ്ട എന്ന് അയാൾ 90 ദിവസം ജയിലിൽ കിടന്ന് കേസ് ഇപ്പോഴും നടക്കുന്നു, ഹൈക്കോടതിയിൽ കേസ് നിൽക്കുന്നു. ഇയാൾ പ്രതിയാണ് എന്ന് ഹൈക്കോടതി പോലും ക്രിമിനലായിട്ട് അംഗീകരിച്ചിരിക്കുന്നു. അങ്ങനെ വരുന്നൊരു കേസിൽ എങ്ങനെയാണ് ഇയാളെ ഒഴിവാക്കി കൊടുക്കുക? അയാൾ ഇപ്പോഴും പാർട്ടിയിലില്ലേ? ഇത്ര കാലം പാർട്ടിയിലിരുന്നു. അപ്പൊ ചുരുക്കത്തിൽ ഇത്തരം ഗുണ്ടകൾ, ഇത്തരം കൊള്ളക്കാർ പാർട്ടിയുമായി ഏതെങ്കിലും ഘട്ടത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബന്ധം തള്ളിപ്പറയണം. ആദ്യത്തെ ഘട്ടത്തിൽ തള്ളിപ്പറയണം, ആദ്യത്തെ അവസരത്തിൽ. അത് പാർട്ടിക്ക് വേണ്ടി കൊല നടത്തുമ്പോൾ അയാൾ നല്ലവരും, പാർട്ടിക്കെതിരായി കൊള്ളപ്രവർത്തനം അല്ലെങ്കിൽ വേറെ രീതിയിൽ നടത്തുമ്പോൾ അയാൾ മോശക്കാരനും എന്ന് പറയാൻ പാടില്ല. എങ്കിൽ മാത്രമേ CPM രക്ഷപ്പെടാൻ കഴിയൂ.